നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കെ സ്മാർട്ടിൽ പ്ലാൻ ഇൻഫോ ചെയ്യുന്ന വിധം. എന്താണ് പ്ലാൻ ഇൻഫോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആരോ മാർക്കിൽ തന്നിട്ടുണ്ട്. ദ ടെക്സ്റ്റിംഗ് ലെയർ പ്ലാൻ ഇൻഫോ ലെയർ ഷാൾ ബി കോപ്പീഡ് ടു ദി ഡ്രോയിങ്. ഓൾ ഡാറ്റ ഇൻ യെല്ലോ കളർ ഓൺലി ഷുഡ് ബി എഡിറ്റഡ് ബേസ്ഡ് ഓൺ ദി ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു പ്ലാൻ ഇൻഫോ നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ്ങിലേക്ക് കോപ്പി ചെയ്ത് വെക്കണം. എന്നിട്ട് എല്ലാ ഡാറ്റകളും, അതായത് മഞ്ഞ കളറിലുള്ള എല്ലാ ഡാറ്റകളും എഡിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാറുള്ളത്, RS എന്ന് പറയുന്നത് റവന്യൂ സർവേ നമ്പറാണ്. RS നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സർവേ നമ്പർ എന്താ വെച്ചാൽ ഈ യെല്ലോ കളറുള്ള ഭാഗം നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ സർവേ നമ്പർ ഇപ്പോൾ ഒരു 12/360 1 അങ്ങനെ എന്തെങ്കിലും ആണെന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ 12/36 എന്താണ് 9 അങ്ങനെയൊക്കെ വരുന്നുണ്ടാവും സർവേ നമ്പർ. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം. അടുത്തത് വാർഡ് നമ്പർ എത്രയാണ്, 10 ആണെങ്കിൽ 10 എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ 12 ഇവിടെ നമുക്ക് 12/3 2 എന്ന് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ 10 എന്ന് കൊടുക്കാം. വില്ലേജ് വേണമെന്നുണ്ടെങ്കിൽ ഷൊർണൂർ എന്ന് കൊടുക്കാം. എവിടെയാണോ നിങ്ങളെ വില്ലേജ് അത് കൊടുക്കുക. ദേശം എവിടെയാണോ, കാരക്കാട് ആണെങ്കിൽ കാരക്കാട്. പിന്നെ പ്ലോട്ട് ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 320 ആണെങ്കിൽ 320 പ്ലോട്ട് ഏരിയ, അതായത് നമ്മളെ സ്ഥലം. പിന്നെ ഡെപ്ത് കട്ടിങ് ഇൻ മോർ ദാൻ 1.5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അപ്പം നോ ഡിലീറ്റ് ചെയ്ത് കളയാം. നോ ആണെന്നുണ്ടെങ്കിൽ യെസ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതായത് മനസ്സിലായില്ലേ, ഡെപ്ത് കട്ടിങ് മോർ ദാൻ, അതായത് നമ്മളെ പ്ലോട്ട് ഇരിക്കുന്ന സ്ഥലം നമുക്കൊരു 1.5 മീറ്ററിൽ കട്ട് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് m³ കണക്കിനാണല്ലോ നമ്മൾ സോയില് അതിൻ്റെ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോ അടിക്കാം. CRS സോണാണ്. അപ്പോൾ എന്താണ് CRS? എന്താണ് കോസ്റ്റൽ സോണാണ് അതിന് പറയാം, കോസ്റ്റൽ. അപ്പോൾ CRS സോൺ ആണെങ്കിൽ യെസ് അടിക്കുക, അല്ലെങ്കിൽ നോ അടിക്കാം. അടുത്തത് സെക്യൂരിറ്റി സോൺ ആണ്. സെക്യൂരിറ്റി സോൺ ആണെങ്കിൽ യെസ് അടിക്കാം, അല്ലെങ്കിൽ നോ അടിക്കാം. പിന്നെ നമ്മൾ ആക്സസ് വിഡ്ത്ത്, വഴിയുടെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. 3 മീറ്റർ ആണെങ്കിൽ 3 മീറ്റർ എന്ന് അടിക്കുക, അല്ലെങ്കിൽ 4 മീറ്റർ ആണെന്നെങ്കിൽ 4 മീറ്റർ അടിക്കാം. അത് നമ്മളെ വഴിയുടെ ആണ്, അല്ലാതെ നമ്മൾ പ്ലോട്ടിലേക്കുള്ള ഗേറ്റിൻ്റെ വീതിയല്ല, നമ്മൾ പ്ലോട്ടിലേക്ക് വരുന്ന വഴിയുടെ വീതിയാണ് ചോദിക്കുന്നത്. അടുത്തത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എബോ 2.1 ഓൺ സൈഡ് ലെസ് 1 മീറ്റർ. അതായത് നമ്മുടെ ഓപ്പണിംഗ് എബോ, അതായത് 7 അടി, ഒരു സൈഡ് 7 അടിക്കാണെന്നുണ്ടെങ്കിൽ അത് ലെസ് 1 മീറ്റർ എങ്കിലും വരണം. അല്ലെങ്കിൽ ലെസ് ഈക്വൽ ടു 0.6 മീറ്റർ. 0.6 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ നോ അടിക്കുകയാണ്. അപ്പോൾ അതായത് ലെസ് 1 മീറ്റർ അല്ലെങ്കിൽ ഓർ ലെസ് ഈക്വൽ ടു 0.6 മീറ്റർ. അപ്പോൾ 1 മീറ്ററിൽ താഴെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ഈ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് വെന്റിലേഷനോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. ജനലോ കാര്യങ്ങളോ ഒന്നും വരാം. വെന്റിലേഷൻ വരാം നമ്മൾ 7 അടിക്ക് മുകളിലാണെങ്കിൽ. അല്ലെങ്കിൽ ഈക്വൽ ടു 0.6 മീറ്റർ. 60 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവരെ സമ്മതപത്രം മേടിച്ചിട്ട് കൊണ്ടുവേണം ചെയ്യാൻ. അപ്പം നമുക്ക് 1 മീറ്റർ കൂടുതലാണ്, അല്ലെങ്കിൽ 1 മീറ്റർ എങ്കിലും വേണം. അങ്ങനത്തെ കേസാണെങ്കിൽ നോ അടിക്കുക. അടുത്ത കേസിൽ എന്താ പറയുന്നത്, ഓപ്പണിംഗ് ബിലോ 7 മീറ്റർ താഴെ, 1 സൈഡ് ലെസ് 1 മീറ്റർ ഓർ ലെസ് ഈക്വൽ ടു 0.6 മീറ്റർ. അതായത് ഓപ്പണിംഗ് ബിലോ
7 അടിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അതിർത്തിയിൽ നിന്ന് 1 മീറ്റർ കുറവോ അല്ലെങ്കിൽ 0.60 മീറ്ററോ ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ്, ഇതും നോ ആണ്. 1 മീറ്റർ മിനിമം 1 മീറ്റർ വേണം ഒരു സൈഡ്, അപ്പോൾ നോ കൊടുക്കുക. അതല്ല 1 മീറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജനലോ വാതിലോ ഒന്നും കൊടുക്കാൻ പറ്റില്ല, സമപത്രം എന്തായാലും മേടിച്ച് വെക്കേണ്ടി വരും. അതുപോലെ ഓപ്പണിംഗ് എബോവ് 2.1 റയർ, അതായത് ബാക്ക് സൈഡ് ലെസ് 1 മീറ്റർ, 1 മീറ്ററിൽ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ അവിടെ ഓപ്പണിംഗ് ജനലോ വാതിലോ ഇതൊന്നും വെക്കാൻ പാടില്ല. അപ്പം നമ്മുടെ കേസിൽ നോ ആണെന്നുണ്ടെങ്കിൽ 1 മീറ്ററെങ്കിലും മിനിമം വേണം. ഏത് റയർ സൈഡ് 1 മീറ്റർ മിനിമം ഉണ്ടെങ്കിൽ നമുക്കവിടെ വാതിൽ വയ്ക്കാം. ഏതെങ്കിലും ഒരു സൈഡ് കേട്ടോ, ഒരു സൈഡ് എന്തായാലും 1.5 മീറ്റർ വേണം. ഒരു സൈഡ് 1 മീറ്റർ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബാക്ക് സൈഡിൽ അടുക്കള ഭാഗത്ത് ഗ്രിൽ ഡോറോ അല്ലെങ്കിൽ സാധാ ഡോറോ വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കേസിൽ 1 മീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ നോ കൊടുക്കാം. ഓപ്പണിംഗ് ബിലോ 2.1 ഓർ റയർ ലെസ് ദാൻ മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എങ്കിലും നിർബന്ധമായിട്ടും വേണം. നമ്മളെ കേസിൽ നോ ആണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക, അല്ലെങ്കിൽ യെസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സമപത്രം മേടിക്കണം. ബിലോ 2.1 ആണെന്നുണ്ടെങ്കിൽ സമപത്രം മേടിക്കേണ്ടി വരും. NOC ടു സൈഡ് എന്താണ്, നോ എന്ന കേസാണെങ്കിൽ നോ കൊടുക്കാം. അതായത് എന്തെങ്കിലും NOC കാര്യങ്ങളോ അബട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സൈഡ് അബട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ NOC അല്ലെങ്കിൽ സമപത്രം വെക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. NOC ടു റയർ സൈഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ്, എന്തെങ്കിലും NOC ഉണ്ടെങ്കിൽ 1 മീറ്ററിന് താഴെയാണെന്നുണ്ടെങ്കിൽ റയർ സൈഡ് 1 മീറ്റർ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ NOC വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ കേസിൽ എല്ലാം 1 മീറ്ററിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി. വെദർ ഗവൺമെൻറ്റോ എയ്ഡഡ് സ്കൂൾ, അവിടെ എന്തെങ്കിലും സ്കൂളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, എല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കാം. മെക്കാനിക്കൽ പാർക്കിംഗ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല, അപ്പോൾ നമ്മളത് 0 ആണ്. എക്സിസ്റ്റിംഗ് ഫ്ലോർ ഏരിയ ടു ബി ഡിമോളിഷ്ഡ്, അതിൽ ഇപ്പോൾ നമ്മളൊരു പെർമിറ്റ് എടുക്കുന്ന ഒരു പ്ലോട്ടിൽ നിലവിലൊരു വീടുണ്ട്, പൊളിക്കാനുള്ള ഒരു വീടുന്നുണ്ടെങ്കിൽ അതിൻ്റെ M² എന്തായാലും ഇവിടെ കാണിക്കണം. അത് നമ്മൾ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ വീട് പണി കഴിയുമ്പോഴേക്ക് അത് പൊളിച്ച് മാറ്റണം. പെർമിറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ അത് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ പൊളിച്ച് മാറ്റേണ്ടതാണ്. എല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീഷൻ നമ്മൾ സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ വരുന്ന സമയത്ത് പൊളിച്ച് മാറ്റേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ ഇവിടെ കൊടുക്കണം. പ്ലോട്ട് ഇൻ കൊമേഴ്ഷ്യൽ സോൺ ആണെങ്കിൽ യെസ് ഓർ നോ, അപ്പോൾ നോ ആണ് നമ്മുടെ കേസിൽ. കൊമേഴ്ഷ്യൽ സോൺ ബിൽഡിംഗ് ഓപ്പണിംഗ് ഇൻ 1 സൈഡ് എത്രയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓപ്പണിംഗ് ഓൺ സൈഡ് 1, അതായത് കൊമേഴ്ഷ്യൽ സോൺ ബിൽഡിംഗ് ഓപ്പണിംഗ് ഇൻ ഓൺ സൈഡ്, അതായത് സൈഡ് 1ൻ്റെ കേസിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നമ്മൾ സൈഡ് നോ ആണ്. കൊമേഴ്ഷ്യൽ സോൺ ബിൽഡിംഗ് ഓപ്പണിംഗ് ഓൺ സൈഡ് 2, നമ്മൾ സൈഡ് ഇല്ല, അപ്പോൾ നമ്മൾ നോ കൊടുക്കുക. ആൾട്ടേർഡ് ഏരിയ M², അപ്പോൾ നിലവിൽ ഒരു ഏരിയ, അതായത് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ആക്സസ് ഹെഡ് റൂം എത്രയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. അതുപോലെ ഒക്യുപ്പൻസി നമ്പർ ഓഫ് റൂംസ്, A2 കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്യുപ്പൻസി ബിൽഡിങ് റൂമുകളുടെ നമ്പർ ഇവിടെ കൊടുക്കണം. നമ്പർ ഓഫ് വർക്കേഴ്സ് ഇവിടെ കൊടുക്കണം. വെദർ അപ്പാർട്ട്മെൻറ്റ് ഫോർ PWs അണ്ടർ ഗവൺമെൻറ് അപ്രൂവ്ഡ് സ്കീം ആണെന്നുണ്ടെങ്കിൽ, അപ്രൂവ്ഡ് സ്കീം ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നമ്മളെ കേസിൽ നോ ആണ്. അടുത്തത് നമ്പർ ഓഫ് ബെഡ്സ് ഫോർ മെഡിക്കൽ, അതായത് മെഡിക്കലിൻ്റെ ഒക്യുപ്പൻസി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇവിടെ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുക. ലെങ്ത് ഓഫ് കോമ്പൗണ്ട് വാൾ ഒരു പുതിയ കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.